അങ്ങനെ ഒരു ലഹരി വിരുദ്ധ ദിനം കൂടി കഴിഞ്ഞു. സ്കൂളുകളിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പരിപാടികൾ നടന്നിട്ടുള്ളത്. കുട്ടികൾക്കിടയിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പതിച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കുക, ലഹരി വിരുദ്ധ ഗാനങ്ങൾ ആലപിക്കുക, ലഹരി വിരുദ്ധ പ്രഭാഷണങ്ങൾ, ഒപ്പുശേഖരണം തുടങ്ങി വൈവിധ്യങ്ങളാർന്ന പരിപാടികളാണ് ഈ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ളത്. സ്കൂളുകളിലെ കാര്യം പോട്ടെ, ഈ നഴ്സറി കുട്ടികൾ 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ലഹരി എന്നറിയാത്ത കുട്ടികളുടെ കയ്യിൽ ലഹരിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ നടന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ലഹരി എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവരുടെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കുന്ന ഒരു നാടകം കളിയായിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു പൊട്ടത്തരമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോൾ മുമ്പ് ഒരു കോമഡി പരിപാടിയിൽ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം, ആ ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുടിയന്മാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുടിയന്മാർക്ക് എവിടെയാണ് ഈ മദ്യം ലഭിക്കുക അല്ലെങ്കിൽ വാറ്റ് നടക്കുന്ന സ്ഥലം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരു കുടിയൻ ആ ഉത്സവത്തിൻ്റെ മേലധികാരിയോട് അടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിൽ വാറ്റ് നടക്കുന്നുണ്ട്, ഒരാളോടും അങ്ങോട്ട് പോകരുതെന്ന് നിങ്ങളൊന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ പാവം സത്യസന്ധമായി ഏറ്റെടുത്ത് ഇത് ഉറക്കെ അങ്ങോട്ട് അനൗൺസ് ചെയ്തു. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള റബ്ബർ തോട്ടത്തിൽ വാറ്റ് നടക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു വിശ്വാസിയും അങ്ങോട്ട് പോകരുതെന്ന് പ്രത്യേകം ഉണർത്തുന്നു എന്ന് കേട്ടപ്പോൾ എവിടെയാണ് വാറ്റ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് നടന്നിരുന്ന കുടിയന്മാരെല്ലാം കൂടി അങ്ങോട്ട് ഓടി. ഇതൊരു കോമഡി പരിപാടിയായിട്ടാണെങ്കിലും ഈ നടന്നിട്ടുള്ള ലഹരി വിരുദ്ധ പരിപാടിയും ഏകദേശം ഈ ഒരു കോമഡി പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ് ലഹരി എന്ന് അറിയാത്ത കുട്ടികളുടെ മനസ്സിൽ ലഹരി എന്നുള്ള വാക്ക് എഴുത്തിലൂടെയും ചിത്രങ്ങളിലൂടെയും വരകളിലൂടെയും വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെ കുത്തിക്കയറ്റി കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഈ ലഹരി വിരുദ്ധ ദിനങ്ങൾ ഇവിടെ ആചരിക്കപ്പെടുന്നത്. ലഹരി എന്നുള്ളതൊരു ക്രിമിനൽ കേസാണ്. ഇത് ക്രിമിനൽ കേസാണ് എന്നറിയാത്തവരല്ല ഇവിടുത്തെ ഭരിക്കുന്ന ആളുകളും ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിനും ഇവിടുത്തെ ലഹരി വിൽപ്പന നടത്തുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ക്രിമിനൽ കേസുകളെയും ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെയും എങ്ങനെ ഒതുക്കണം എന്നുള്ളത് അറിയാത്തവരല്ല ഇവിടെയുള്ള ആളുകളൊന്നും. ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ബോധവൽക്കരണങ്ങൾ നടത്തുക, അതൊക്കെ നടത്തിക്കോട്ടെ. അതുകൊണ്ട് എത്രമാത്രം ഫലമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇതുവരെ കാലം വരെ നടത്തിയതിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിംബോളിക്കായിട്ടുള്ള പരിപാടികൾ നടത്തുക, ഒപ്പുശേഖരണം നടത്തുക. ചില സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെ ഒപ്പുശേഖരണം, ഒരു ഒപ്പുശേഖരണം നടത്തിയാൽ തീരുന്നതാണോ ഇവിടുത്തെ ലഹരി എന്നുള്ള മാരക വിപത്ത്? ഈ ക്രിമിനലിസത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് അറിയാത്തവരല്ലല്ല ഇവിടുത്തെ ഭരണം കൈയാളുന്ന ആളുകൾ. ഒരു രാജ്യത്തേക്ക് ഈ ലഹരി എങ്ങനെ വരുന്നു, ഏത് റൂട്ടിൽ വരുന്നു എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു ഭരണകൂടമാണോ നമ്മുടെ നാട്ടിലുള്ളത്? ഇക്കാലം അത്രയും അത് കണ്ടെത്തി ആ വരുന്ന വഴി അടക്കാനും ഈ ലഹരി വ്യാപിപ്പിക്കുന്ന ക്രിമിനലുകളെ പിടിച്ച് മാതൃകാപരമായിട്ട് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനും കഴിയുന്ന ഒരു ഭരണകൂടം ഇല്ലെങ്കിൽ, ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ, ഈ LKGയിലും UKGയിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ പോസ്റ്റർ വരപ്പിച്ച് കൊടുത്തിട്ടും ഒപ്പുശേഖരണം നടത്തിയിട്ടൊക്കെയാണോ ഈ മാരക വിപത്തിനെ ഒരു രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇത്രയൊക്കെ വലിയൊരു സംവിധാനം ഉണ്ടായിട്ടും പിന്നെയും എന്തുകൊണ്ട് ഈ വിപത്ത് ഇവിടെ നിർബാധം തുടരുന്നു? ആരുടെ ഭാഗത്താണ് ഫാൾട്ട്? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗത്താണ് ഫാൾട്ട്? ലഹരി വിൽക്കുന്ന ഒരു ക്രിമിനലിനെ മാതൃകാപരമായി ശിക്ഷിക്കുമ്പോൾ മാത്രമേ അടുത്തൊരാൾക്ക് ഈ ക്രിമിനലിസത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ബോധം ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ എവിടെയാണോ പിടികൂടേണ്ടത് അവിടെ പിടികൂടാതെ കുട്ടികളെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും സിംബോളിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ ലഹരിക്കെതിരെ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വ്യാജമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചതുകൊണ്ടൊന്നും ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ലഹരിക്കെതിരായിട്ട് ഒരു ദിനം വെച്ചതുകൊണ്ടും ഈ വിപത്തിൽ നിന്നും ഒരാളും അല്ലെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ലഹരി വിരുദ്ധ ദിനം എന്ന പേരിൽ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക്, ഇതെന്താണെന്ന് അറിയാത്ത കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ലഹരി കുത്തിക്കയറ്റുന്ന അല്ലെങ്കിൽ ലഹരിയെക്കുറിച്ചുള്ള ചിന്തകൾ കുത്തിക്കയറ്റുന്ന ദിനങ്ങൾ ദയവ് ചെയ്ത് നിർത്തലാക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.